ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാവരും ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യാറുണ്ടല്ലേ. ഡ്രസ്സ്, ഗാഡ്ജറ്റ്സ്, അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള എന്ത് സാധനം വേണമെങ്കിലും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു സാധനം ഓർഡർ ചെയ്യുമ്പോൾ അതിൽ എന്തോരം ഡേറ്റ ഇൻവോൾവ് ആയിട്ടുണ്ട്. ലൈക്ക് ഓർഡർ ചെയ്യുന്ന സാധനത്തിൻ്റെ പേര്, അതിൻ്റെ പ്രൈസ്, എത്ര ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരുപാട് ഡേറ്റ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ ഈ ഡേറ്റയെ ഹാൻഡിൽ ചെയ്യുന്നത് അതിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ടാണ്. അതിനെ ഡേറ്റ ടൈപ്പ് എന്നാണ് പറയുന്നത്. സോ എന്താണ് ഡേറ്റ ടൈപ്പ്, പൈത്തണിൽ എന്തൊക്കെ ഡേറ്റ ടൈപ്സ് ആണ് ഉള്ളത്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു പൈത്തൺ സ്റ്റോറീസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഓൺലൈനായിട്ടൊരു ബ്ലൂടൂത്ത് സ്പീക്കർ ഓർഡർ ചെയ്യാൻ പോവുകയാണ്. സോ എൻ്റെ ഐറ്റം നെയിം ബ്ലൂടൂത്ത് സ്പീക്കർ. ഇനി അതിൻ്റെ പ്രൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രൈസ് കൊടുക്കുകയാണ്. ദെൻ ക്വാണ്ടിറ്റി, ഞാൻ 2 സ്പീക്കറാണ് ഓർഡർ ചെയ്യാൻ പോകുന്നത്. സോ ക്വാണ്ടിറ്റി ഈക്വൽ ടു 2 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്കിത് ഓർഡർ ചെയ്യണമെങ്കിൽ ആ ഷോപ്പിംഗ് സൈറ്റിൽ ഇത് സ്റ്റോക്ക് ഉണ്ടോ, ഈ ബ്ലൂടൂത്ത് സ്പീക്കർ അവൈലബിൾ ആണോ, സ്റ്റോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണം. സോ ഞാനത് ഇൻ സ്റ്റോക്ക് എന്ന് പറയുന്ന വേരിയബിളിൽ കൊടുക്കുകയാണ്. അത് ഉണ്ടോ ഇല്ലയോ, ട്രൂ ഓർ ഫോൾസ്, ഈ 2 വാല്യൂ മാത്രമേ അതിന് വരുള്ളൂ. സോ ഞാനിപ്പോൾ അവൈലബിൾ ആണ്, ട്രൂ എന്ന് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഈ കൊടുത്ത 4 വേരിയബിളിലും 4 ടൈപ്പ് വാല്യൂ ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ആദ്യം ഐറ്റം നെയിം എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് കുറച്ച് വേർഡ്സ് ആണ്, അതായത് ടെക്സ്റ്റ് ആണ്. ഇങ്ങനെയുള്ള ഡേറ്റ ടൈപ്പാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. അടുത്തത് ഐറ്റം പ്രൈസിൽ ഞാൻ ഡെസിമൽ പോയിൻ്റുള്ള ഒരു വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. അതിനെ ഫ്ലോട്ട് എന്നാണ് പറയുന്നത്. ഫ്ലോട്ട് ഡേറ്റ ടൈപ്പ് എന്നാണ് പറയുന്നത്. അടുത്തത് ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റിയിൽ ഞാൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ ഇൻറ്റിജർ വാല്യൂ ആണ്. സോ ദാറ്റ് ഈസ് ഇൻറ്റിജർ ഡേറ്റ ടൈപ്പ്. ഇനി ഇൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ട്രൂ അല്ലെങ്കിൽ ഫോൾസ്, ഈ 2 വാല്യൂ മാത്രമേ അതിൽ വരുള്ളൂ. ഇങ്ങനെയുള്ള ഡേറ്റ ടൈപ്പിനെ ബൂളിയൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പൈത്തണിലെ ഡേറ്റ ടൈപ്സ്. ഇതിപ്പോൾ ഞാനൊരു ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് റിയൽ ലൈഫിൽ ഏത് എക്സാമ്പിൾ എടുത്താലും അവിടെ ഇങ്ങനെ പല ടൈപ്പിലുള്ള ഡേറ്റ കാണാൻ പറ്റും. ഇപ്പോൾ ഞാനൊരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എടുത്താൽ സ്റ്റുഡൻറ്റിൻ്റെ പേര് എന്ന് പറയുന്നത് സ്ട്രിങ് ഡേറ്റ ടൈപ്പാണ്. സ്റ്റുഡൻറ്റിൻ്റെ ഏജ് ഇൻറ്റിജർ ഡേറ്റ ടൈപ്പാണ്. സ്റ്റുഡൻറ്റ് പഠിക്കുന്ന കോഴ്സിൻ്റെ ഫീ അത് ഫ്ലോട്ട് ഡേറ്റ ടൈപ്പാണ്. ഇനി ആ ഫീ പേ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ അത് ബൂളിയൻ ഡേറ്റ ടൈപ്പാണ്. സോ സ്ട്രിങ്, ഇൻറ്റിജർ, ഫ്ലോട്ട്, ബൂളിയൻ, ഇത്രയാണ് പൈത്തണിലെ ഡേറ്റ ടൈപ്സ്. ഇനി ഞാൻ ഈ കൊടുത്തിരിക്കുന്ന വേരിയബിൾസിൻ്റെ ഒക്കെ ഡേറ്റ ടൈപ്സ് എന്താണെന്ന് എനിക്ക് വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും. വേരിയബിൾസിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്ത് കാണിക്കാൻ നമുക്ക് ഓൾറെഡി അറിയാമല്ലോ. ഞാനിപ്പോൾ ഐറ്റം നെയിം പ്രിൻറ്റ് ചെയ്ത് കാണിക്കാൻ പോവാണ്. അതിൻ്റെ വാല്യൂ ബ്ലൂടൂത്ത് സ്പീക്കർ എന്ന് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഈ ഐറ്റം നെയിം ഏത് ടൈപ്പിലുള്ള ഡേറ്റ ആണ് എന്നറിയണം. സോ ഞാനിവിടെ ടൈപ്പ് എന്ന് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത് ടൈപ്പ് ഓഫ് ഐറ്റം നെയിമാണ്. ഇങ്ങനെ കൊടുത്തിട്ട് ഞാൻ റൺ ചെയ്താൽ ഇങ്ങനെയാണ് എനിക്ക് ഔട്ട്പുട്ട് കിട്ടുക. ക്ലാസ് STR എന്ന് പറഞ്ഞാൽ സ്ട്രിങ്, അതായത് ഈ ഐറ്റം നെയിം എന്ന് പറയുന്നത് സ്ട്രിങ് ഡേറ്റ ടൈപ്പ് ആണെന്നാണ് എനിക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇനി ഞാൻ ഐറ്റം പ്രൈസ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ഫ്ലോട്ട് എന്ന് കിട്ടുന്നുണ്ട്. ഇനി ക്വാണ്ടിറ്റി കൊടുക്കാം. ക്വാണ്ടിറ്റി കൊടുക്കുമ്പോൾ ഇൻറ്റ് മീൻസ് ഇൻറ്റിജർ. നെക്സ്റ്റ് ഇൻ സ്റ്റോക്ക് എന്ന് പറയുന്നത് ബൂളിയനാണ്. ബൂൾ എന്ന് പറഞ്ഞാൽ ബൂളിയൻ. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ, ഞാൻ ഐറ്റം നെയിം ഈക്വൽ ടു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ കോഡ്സിൻ്റെ ഉള്ളിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ സ്ട്രിങ് ഡേറ്റ ടൈപ്പിലുള്ള വാല്യൂസ് കൊടുക്കുമ്പോൾ കോഡ്സിൻ്റെ ഉള്ളിൽ വേണം കൊടുക്കാൻ, എന്നാൽ മാത്രമേ അത് സ്ട്രിങ് ആണെന്ന് പൈത്തണിന് മനസ്സിലാവുള്ളൂ. ഞാനിവിടെ കോഡ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ എറർ ആയിരിക്കും കിട്ടുക. ഞാനിതിപ്പോൾ റൺ ചെയ്താൽ ഇൻവാലിഡ് സിൻടാക്സ് ഇങ്ങനെ കാണിക്കും. സോ നമ്മൾ സ്ട്രിങ് ഡേറ്റ ടൈപ്പ് കൊടുക്കുമ്പോൾ എപ്പോഴും കോഡ്സിൻ്റെ ഉള്ളിൽ വേണം കൊടുക്കാൻ. ഞാനിവിടെ വേറൊരു വാല്യൂസും കോഡ്സിൻ്റെ ഉള്ളിലല്ല കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ ഡെസിമൽ വാല്യൂ കോഡ്സിൻ്റെ ഉള്ളിൽ കൊടുത്താൽ ഇതിൽ സിൻടാക്സ് എറേഴ്സ് ഒന്നും വരത്തില്ല. പക്ഷേ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന വാല്യൂ ഇത് സ്ട്രിങ് ആയിട്ടായിരിക്കും എടുക്കുക. ഞാനിപ്പോൾ ഐറ്റം പ്രൈസിൻ്റെ ഡേറ്റ ടൈപ്പ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്കിവിടെ സ്ട്രിങ് ആയിരിക്കും കാണിക്കുക. കാരണം ഞാനിത് കോഡ്സിൻ്റെ ഉള്ളിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കോഡ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുത്താലും അത് സ്ട്രിങ് ആയിട്ടായിരിക്കും പൈത്തൺ മനസ്സിലാക്കുന്നത്.
അതുപോലെ ഇവിടെ ട്രൂ എന്ന് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ കോഡ്സിൻ്റെ ഉള്ളിലല്ല ട്രൂ എന്ന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇൻ സ്റ്റോക്ക് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഡേറ്റ ടൈപ്പ് നോക്കിയപ്പോൾ ബോൾ എന്ന് കാണിച്ചത്. പക്ഷേ ഞാനിവിടെ ട്രൂ കോഡ്സിൻ്റെ ഉള്ളിലാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് ട്രൂ ഓർ ഫോൾസ് എന്ന ബൂളിയൻ വാല്യൂ ആയിട്ടല്ല പൈത്തൺ എടുക്കുന്നത്, അതൊരു സ്ട്രിങ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. സോ ഇതൊക്കെയാണ് പൈത്തണിലെ ഡേറ്റ ടൈപ്സ്. ഇപ്പോൾ നമ്മൾ ഈ വേരിയബിൾസിനെല്ലാം വാല്യൂ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്തതല്ലേ. നമുക്ക് ഈ വേരിയബിൾസിൻ്റെ വാല്യൂ യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഇൻപുട്ടായിട്ട് വാങ്ങിക്കാൻ പറ്റും. എങ്ങനെയാണ് വേരിയബിൾസിന് ഇൻപുട്ടായിട്ട് വാല്യൂ കൊടുക്കുന്നത്, എന്താണ് ടൈപ്പ് കാസ്റ്റിംഗ്, ഇതൊക്കെയാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. സോ ഈ വീഡിയോസ് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.